കോച്ചേ, നമുക്ക് തുടങ്ങിയാലോ? നിന്റെ അടുത്ത് ഞാൻ 9 മണിക്ക് വരാൻ പറഞ്ഞല്ലേ, നീ പിന്നെ ഇപ്പൊ വന്നേക്കണേ? ഒരു നേരം കാലമൊക്കെ വേണ്ടേ ഇതിന്? ഞാൻ 9 മണിക്ക് വന്നായിരുന്നു. കോച്ച നീക്കാത്തോണ്ട് ഞാൻ പോയിട്ട് തിരിച്ചു വന്നാ. ഓ, അപ്പം ഞാൻ ഇച്ചിരി ഉറങ്ങിപ്പോയതാ. ഒരു കാര്യം ചെയ്യേ, പരിപാടി തുടങ്ങാം. പന്തെടുക്കും, ഫുട്ബോൾ എത്തും. നോക്കി നോക്കി നോക്കി. ഈ ഫുട്ബോൾ കളി എന്ന് പറയുന്നത് പിള്ളകളിയല്ല, എനർജി ആവശ്യമുള്ള കളിയാണ്. കോച്ചെ, വരുന്ന വെള്ളിയാഴ്ച ടൂർണമെന്റ് ആട്ടോ. എനിക്ക് കുറച്ച് സ്കിൽസ് ഒക്കെ പഠിപ്പിച്ചു തന്നെ. സ്കിൽസ് അല്ലേ? ഈ ഫുട്ബോള് കയ്യിലിട്ട് കറക്കണ ഒരു സാധനമുണ്ട്. ഈ കയ്യിലിട്ട് കറക്കണ അല്ലാണ്ട് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ കോച്ചെ? അങ്ങനെയാണെങ്കിൽ ഈ പേനയിൽ വെച്ച് കറക്കണ ഒരു സാധനമുണ്ട്. ഓ എൻ്റെ കോച്ചെ, അതല്ല, ഈ കാല് ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും പരിപാടി പറഞ്ഞുതരാവോ? കാല് ഉപയോഗിച്ച് അങ്ങനെ പ്രത്യേകിച്ച് സ്കിൽസ് ഒന്നും ഇല്ലടാ കൊച്ചേ ഫുട്ബോളിൽ. ഇല്ലെന്നല്ല, അറിയത്തില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ. കോച്ചെ, എനിക്ക് ഈ സിസർ കട്ട് ഒന്ന് പഠിപ്പിച്ചു തരാമോ? സിസർ കട്ട് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ ആവശ്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരു സിസറാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാനായിട്ട് കത്രികയോ ബ്ലേഡോ കത്തി അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം വേണം. എന്നിട്ട് ഏത് ഭാഗത്താണ് നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗം നോക്കി നമ്മളങ്ങ് കട്ട് ചെയ്യുക. ഇത് എളുപ്പമുള്ള കാര്യം. ഇത് വേറെ എന്തെങ്കിലും ചോദിക്കടാ കൊച്ചേ. എൻ്റെ പൊന്നു കോച്ചേ, ഈ സിസർ കട്ട് എന്ന് പറഞ്ഞാൽ എന്നാന്ന് ഓർത്താ? അത് ഈ ഫുട്ബോൾ ഉപയോഗിച്ച് ചെയ്യുന്ന സ്കില്ലാ. അതൊന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തരാനാണ് ഞാൻ പറഞ്ഞത്. കോച്ചിനെ പറ്റി ഒരു വേണ്ടാതിനം നാട്ടിൽ പറഞ്ഞു നടക്കണ്ടല്ലോ. വേണ്ടാതീനോ? എന്നാ വേണ്ടാതീനം? കോച്ച് ഏതാണ്ട് റൊണാൾഡോനെയൊക്കെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടെന്ന് ഫുട്ബോൾ കളി. അയ്യ, അത് വേണ്ടാതീനല്ല, അത് ഉള്ളതാണല്ലോ. അത് അതായത് ഈ 2020 ആ ഒരു കാലഘട്ടം, ആ സമയത്ത് ഈ അവിടെ വേൾഡ് കപ്പ് നടക്കും കേട്ടോ. ആ വേൾഡ് കപ്പ് നടക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവിടെ ഒരുങ്ങി. ഇപ്പം ഈ റൊണാൾഡോയുടെ കോച്ചിന് ഒരു തലകറക്കോ ഛർദിലും ഒക്കെ. എന്ത് ചെയ്യും ഇതിപ്പം? എന്തെങ്കിലും 4 ലക്ഷണം പറഞ്ഞു കൊടുക്കണ്ടേ റൊണാൾഡോയ്ക്ക്? കാരണം വേൾഡ് കപ്പ്. കോച്ചന്റെ കോച്ചൊക്കെയാ, ബഹുമാനമൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ ഈ തള്ളു മുഴുവൻ ഞാൻ കേട്ടോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുട്ബോളിന് ഈ പേര് വീണത് തന്നെ നമ്മൾ മലയാളികളാ ആദ്യം ഇതിന് പേരിടുന്നത്. എന്നിട്ടത് ഈ അമേരിക്കക്കാര് ഫുട്ബോൾ എന്നാക്കി മാറ്റിയതാ. ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ എന്നുള്ളതിൽ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യം പേരിട്ടത് ഭക്ഷണപ്പന്ത്. ഫുട്ബോൾ ഭക്ഷണപ്പന്ത്. ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം, ബോൾ എന്ന് വെച്ചാൽ പന്ത്, അങ്ങനെ ഭക്ഷണപ്പന്ത്. നമ്മൾ ചെറുപ്പത്തിൽ എൻ്റെ വലിച്ചനും മുത്തച്ഛനും ഒക്കെ കളിക്കാൻ പോകുന്ന വേണ്ടിയിട്ട് എടാ ഭക്ഷണപ്പന്ത് കളിക്കാൻ പറ്റില്ലേ, ഇന്ന് ഭക്ഷണപ്പന്ത് കളിക്കണ്ടേ, ഇങ്ങനെയാ ചോദിച്ചോണ്ടിരുന്നത്. എന്നാ പൊട്ടത്തരൊക്കെ ബോസി പറയണേ. നമ്മളെ അറിവുകളുടെ കാലം ഇതൊക്കെ നമ്മൾ അങ്ങനെ. എന്റെ പൊന്നു കോച്ചേ, ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്നാന്ന് ഓർത്താ? ഫുഡ് ബോള്, ഭക്ഷണപ്പന്തല്ല. ഫുഡ് കാൽപന്ത് കളിക്കാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്, മനസ്സിലായോ? അല്ലാണ്ട് ഭക്ഷണപ്പന്തല്ല. ഒരു മണ്ടത്തരമൊക്കെ പഠിച്ചിട്ട് വന്നിട്ട്. നമ്മൾ ഈ ഫുട്ബോൾ കളിയിലേക്ക് രണ്ടും കൽപ്പിച്ച് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരാളുടെ ആരാധകനായിരിക്കണം നമ്മൾ. അത് നിർബന്ധമാണ്. കോച്ച്, ഞാൻ മെസ്സിയുടെ ഭയങ്കര ഒരു ആരാധന. വെരി ഗുഡ് വെരി ഗുഡ്. പുള്ളി എന്ന് പറഞ്ഞാൽ മരിക്കും. കൊള്ളാം കൊള്ളാം. അതുപോട്ടെ, കോച്ച് ആരുടെ ആരാധന? നമുക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ. നമ്മളിപ്പോ എല്ലാരും കളിക്കാരെ ഒരുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്നാലും ഒരാളുടെ പേര് പറയാൻ എന്റെ ബോസ് കോച്ചെ. അത് ഒരാളുടെ ആയിട്ട് മാത്രം ഇങ്ങനെ പറയുന്നത്. എല്ലാ കളിക്കാരും നല്ല കളിക്കാരാണല്ലോ. എല്ലാരും നല്ല കളിക്കാരാണെന്നും പറഞ്ഞ് എന്തായാലും ഏതെങ്കിലും ഒരാൾ ഫേവറേറ്റ് വേണമെന്ന് കോച്ച് തന്നെയല്ലേ പറഞ്ഞത്? അതൊക്കെ ശരിയാ, പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരാളുടെ മാത്രം നമുക്കത്. അത് ശരി. അപ്പൊ ഒരാളുടെ പോലും പേര് അറിയാൻ പാടില്ല അല്ലേ? കിടന്ന് പേരെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പോയിടുന്നുണ്ടോ കോച്ചേ? കോച്ചാണത്ര. ഒരു ഫുട്ബോൾ പോലും കാശ് കൊടുത്ത് മേടിക്കുന്നു. കുപ്പി വെച്ചാ കളിക്കുന്നത്. ഫോക്കസിന്റെ കളി.